ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നോട് പരിചയപ്പെടുത്തുന്നൊരു 5.1 ഹെവി ആയിട്ടുള്ളൊരു ആംപ്ലിഫയർ ആണ്. അത്യാവശ്യം നല്ല രീതിയിലാണ് ഇതിൻ്റെ ഫ്രണ്ട് പാനലൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മാറ്റ് ബ്ലാക്കും ഗ്ലോസി ബ്ലാക്കും വരുന്ന ടൈപ്പിലാണ് ഇതിൻ്റെ ഫ്രണ്ട് പാനൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. ബാസ്, ട്രബിൾ, സറൗണ്ട്, സെൻറ്റർ, ഫ്രണ്ട്, പിന്നെ ഒരു മൈക്കിൻ്റെ ഓപ്ഷൻ, ഒരു സ്വിച്ച്, ഒരു മാസ്റ്റർ നോബ്. ബോട്ടം പുഷ് എല്ലാം നമ്മൾ ഗോൾഡൻ ബോട്ടം പുഷാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു സബിൻ്റെ ഓപ്ഷൻ ഉണ്ട്. ഉള്ളിലേക്ക് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഹെവി ആയിട്ടുള്ള ബോർഡുകൾ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കുമാർ ഓഡിയോസിൻ്റെ 6 ഫെറ്റ് മോണോബോർഡ് 400 വാട്ട് വരുന്ന മോണോബോർഡാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. TDA 2050 5 ചാനൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു സ്പീക്കർ പ്രൊട്ടക്ഷൻ ഉപയോഗിച്ചിട്ടുണ്ട്. എല്ലാം ബനാന സോക്കറ്റാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു പവർ സപ്ലൈ വരുന്നത് നമ്മുടെ 12.012 5 ആംപിയർ ആണ്. അത് നമ്മുടെ സൈഡ് ചാനലിന് വേണ്ടിയിട്ടും. ഇവിടെ 40.040 10 ആംപിയർ വന്നിട്ട് നമ്മുടെ സബിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 10,000 മ്യൂഫിൻ്റെ കപ്പാസിറ്റി വെച്ചിട്ടുള്ളൊരു പവർ സപ്ലൈ ആഡ് ചെയ്തിട്ടുണ്ട്. ഫാന്, USB എല്ലാത്തിനും നമ്മൾ സെപ്പറേറ്റ് പവറാണ് ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ ക്രിസ്റ്റൽ ഓഡിയോസിൻ്റെ നല്ലൊരു സറൗണ്ട് ബോർഡ് ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ഒരു ബോർഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാത്തിനും ഒരു പ്രീസെറ്റ്. ഈ പ്രീസെറ്റുകളൊക്കെ എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഗെയിന്, സബിൻ്റെ ഗെയിന്, ബാസ് ബൂസ്റ്റ്, സെൻറ്റർ ഗെയിന്, സറൗണ്ട് ഗെയിന്, പിന്നെ മിഡ്, ഫ്രണ്ട്, ലെഫ്റ്റ്, റൈറ്റ് ഗെയിൻ, ഇങ്ങനെ എല്ലാ തരത്തിലും ഗെയിൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ, അതായത് ഗെയിനറോട് കൂടിയിട്ടുള്ള ഒരു പ്രൊലോജിക് ബോർഡാണ്. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി കിട്ടുന്നൊരു പ്രൊലോജിക് ബോർഡാണിത്. ആ ഒരു ബോർഡ് ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മൾ G-Starൻ്റെ നോൺ അനൗൺസ്മെൻറ്റ് വരുന്ന USB ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം ഉൾഭാഗമൊക്കെ നമ്മൾ നല്ല ഹെവി ആയിട്ടാണ് ചെയ്തിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നോക്കിയാൽ കാണാം, വയറിങ്ങും അത്യാവശ്യം നീറ്റായിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഷീൽഡ് വയറാണ് സൈഡിലൊക്കെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നോയ്സ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഷീൽഡ് വയർ, മാക്സിമം ഷീൽഡ് വയർ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. സോ ഇൻസൈഡൊക്കെ വളരെ നീറ്റായിട്ട് ചെയ്തിട്ടുള്ള ഒരു ആംപ്ലിഫയർ ആണ്. ഇതിൻ്റെ ബാക്ക് സൈഡിൽ കൊടുത്തിരിക്കുന്നത് നമ്മളൊരു പവർ സോക്കറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സൈഡിലെല്ലാം നമ്മൾ ബനാന സോക്കറ്റ്, അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ബനാന സോക്കറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. 2 കൂളിംഗ് ഫാനിൻ്റെ ഓപ്ഷൻ, 2 കൂളിംഗ്, ഒരു ഇന്നറും ഒരു ഔട്ടറും കൂളിംഗ് ഫാനും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ഹെവി ആയിട്ടുള്ളൊരു ആംപ്ലിഫയർ, 5.1 ആംപ്ലിഫയർ ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ആംപ് സെലക്ട് ചെയ്യാം. കാരണം JBL, സോണിയുടെ എക്സ്പ്ലോഡ്, ഇങ്ങനെയുള്ള സബുകളൊക്കെ ഹെവി ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ തന്നെയാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ട്രാൻസ്ഫോമറൊക്കെ നല്ല ഹെവി, നല്ല ഗേജുള്ള വയറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, അത്യാവശ്യം നല്ല ഗേജുള്ള വയർ വെച്ചിട്ടാണ് അതിൻ്റെ 10 ആംപിയറൊക്കെ എടുത്തിട്ടുള്ളത്. മൊത്തത്തിൽ നല്ലൊരു സെറ്റപ്പിൽ, അത് നല്ലൊരു പവർഫുൾ ആയിട്ടുള്ള ഒരു സറൗണ്ട് ആംപ്ലിഫയർ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൽ സെലക്ട് ചെയ്യാം. ഇതിൽ ഓക്സ്, DVD, USB അതിൻ്റെ ഓപ്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ആമ്പിൻ്റെ വർക്കിംഗ് എങ്ങനെയുണ്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിലേക്ക് സ്പീക്കറൊക്കെ കണക്ട് ചെയ്തിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇത് ചെക്ക് ചെയ്യാനായിട്ട് ഞാനൊരു 12 ഇഞ്ചിൻ്റെ സാംകോണിൻ്റെ സബ് വൂഫറാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ സാംകോണൊന്നും ഇതിലേക്ക് സൂട്ടബിൾ ആവില്ല. കാരണം 400 വാട്ട് വരുന്നുണ്ട്. മിനിമം JBL 1500 വാട്ടെങ്കിലും നമ്മൾ യൂസ് ചെയ്യണം. പിന്നെ 8 ഇഞ്ചിൻ്റെ സ്പീക്കർ സിസ്റ്റമാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്, 8 ഇഞ്ചിൻ്റെ. അപ്പോൾ ഇതെല്ലാം വെച്ചിട്ട് നമുക്കിത് എങ്ങനെ വർക്കിംഗ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ എൻ്റെ ടാബായിട്ട് ജസ്റ്റ് ഇതൊന്ന് പെയർ ചെയ്തിട്ടുണ്ട്. നമുക്കിത് ജസ്റ്റ് ഒന്ന് വർക്ക് ചെയ്ത് നോക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ സ്പീക്കർ സിസ്റ്റം, സബ് വൂഫർ സിസ്റ്റം എല്ലാം കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിത് ജസ്റ്റ് ഒന്ന് വർക്ക് ചെയ്ത് നോക്കാം. ഫ്രണ്ട്സ്, അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ളൊരു വർക്കിംഗ് തരുന്നൊരു സിസ്റ്റമാണിത്. ഇതിൽ നിങ്ങൾക്ക് ശരിക്കും ഇതിൻ്റെ പെർഫോമൻസ് കിട്ടണമെങ്കിൽ നമ്മൾ JBL എക്സ്പ്ലോഡ് പോലുള്ള സബുകൾ യൂസ് ചെയ്യണം.
അപ്പോൾ അത്യാവശ്യം നല്ലൊരു പെർഫോമൻസിൽ നിങ്ങൾക്ക് ഒരു ആംപ്ലിഫയർ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ആംബ് സെലക്ട് ചെയ്യാം. ഇതിന് ടോട്ടൽ വരുന്ന കോസ്റ്റ് 12,500 ഇതിൻ്റെ കോസ്റ്റ് വരുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല ഹെവി ആയിട്ട് നിങ്ങളുടെ വീട്ടിലൊരു സറൗണ്ട് സിസ്റ്റം ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ഇതുപോലെ ഒരു ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇതുവരെ നിങ്ങൾ എല്ലാ സപ്പോർട്ടിനും വഴി നിന്നിരിച്ചുകൊണ്ട് അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ഫ്രണ്ട്സ്.